expression for time of flight for a projectile motion. Already നമ്മൾ ചെയ്തു. What is the angle of projection for maximum horizontal range? Range maximum ആണെങ്കിൽ ഏത് ആംഗിൾ എറിയണം? ഓക്കെ, നോക്കാം നമുക്ക്. ആറിന്റെ ഇക്വേഷൻ അറിയാലോ. എന്താണ് ആറിന്റെ ഇക്വേഷൻ? R is equal to u square sin 2 theta by g. ശരിയല്ലേ? R മാക്സിമം ആകണം എന്നുണ്ടെങ്കിൽ u കോൺസ്റ്റന്റ് ആ, ഇവിടെ തീറ്റ മാത്രമേ മാറ്റുന്നുള്ളൂ അല്ലേ? തീറ്റ ഒഴിച്ചേക്കണം, ആംഗിളാ ഒഴിച്ചേക്കണം, g കോൺസ്റ്റന്റ് ആ. അപ്പൊ sin 2 theta എങ്ങനെയായിരിക്കണം? മാക്സിമം ആയിരിക്കണം. R മാക്സിമം ആണെങ്കിൽ sin 2 theta മാക്സിമം ആയിരിക്കണം. ഈ സൈന്റെ മാക്സിമം വാല്യൂ എത്രയാ? 1 ആണ്. അപ്പൊ sin 2 theta എന്തായിരിക്കണം? 1 ആയിരിക്കണം അല്ലെ? സൈന്റെ മാക്സിമം വാല്യൂ എത്ര? 1 ആണ്. അപ്പൊ sin 2 theta എത്രയാ? 1 ആയിരിക്കണം അല്ലെ? ഈ സൈൻ എപ്പോഴാ 1 വരുന്നത്? സൈൻ 90 ആണ് 1. അപ്പൊ ആംഗിൾ എന്തായിരിക്കണം? 90 ആയിരിക്കണം. അപ്പൊ sin 2 theta എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കണം. സോ sin 2 theta എത്രയാണ്? 1 ആണ്. സൈൻ എപ്പോഴാ 1 വരുന്നത്? 90 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 theta എന്ത് കിട്ടി? 90 ഡിഗ്രി. ഓക്കെ, then theta എന്താ കിട്ടുക? 90/2 ഇത് കിട്ടും 45 ഡിഗ്രി. അതായത് ഒരു പ്രൊജക്ടൈൽ എറിയുന്ന സമയത്ത് 45 ഡിഗ്രി എറിയുന്നെങ്കിൽ എന്ത് കിട്ടും? മാക്സിമം ദൂരത്തോട്ട് പോകും. ഇപ്പൊ ജാവലിനൊക്കെ എറിയുന്ന ആൾക്കാർ അറിയാം എന്താണ് 45 ഡിഗ്രിയിലായിരിക്കും മാക്സിമം എറിയാൻ നോക്കും. അപ്പോഴാണ് മാക്സിമം റേഞ്ച് കിട്ടുക. ഓക്കെ, ഇപ്പൊ 45 ഡിഗ്രി എറിയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മാക്സിമം റേഞ്ചിൽ കിട്ടിക്കോളും. മാക്സിമം ഹൈറ്റ് അല്ല, മാക്സിമം റേഞ്ച് കിട്ടിക്കോളും. ഓക്കെ, ക്ലിയർ? സി പാർട്ട് പ്രോബ്ലം. The ceiling of a long hall is 25 meter high. What is the maximum horizontal distance that the ball thrown with a speed of 40 meter per second can go without hitting the ceiling of the hall? ഒരു ഹോളിന്റെ ഹൈറ്റ് എത്രയാണ്? 25 മീറ്റർ ആണ് ഹൈറ്റ്. അപ്പൊ ഒരു ബോൾ നമ്മൾ എറിയാണ് വിത്ത് എ സ്പീഡ് 40 മീറ്റർ പെർ സെക്കൻഡ് എറിയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ദൂരത്തേക്ക് മാക്സിമം എറിയാൻ പറ്റും? സീലിംഗിൽ തട്ടിത്തെറിച്ചു പോകണം. ഓക്കെ, ഇപ്പൊ ഹൈറ്റ് ഉണ്ട്. എത്ര ഹൈറ്റ്? 25 മീറ്റർ ആണ് ആ ഹോളിന്റെ ഹൈറ്റ്. ഒരു ബോൾ നമുക്ക് മാക്സിമം ദൂരത്തേക്ക് എറിയണം. ഓക്കെ, അപ്പൊ എന്താ ചോദിച്ചേക്കണേ? വാട്ട് ഈസ് ദി മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ദാറ്റ് ദ ബോൾ ത്രോൺ വിത്ത് എ സ്പീഡ് ഓഫ് 40 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ 40 മീറ്റർ പെർ സെക്കൻഡ് ഒരു ബോൾ എറിയാണെങ്കിൽ നമുക്ക് എത്ര ദൂരം വരെ എറിയാൻ പറ്റും വിത്തൗട്ട് ഹിറ്റിംഗ് ദി സീലിംഗ് ഓഫ് ദി ഹോൾ? ഹോളിന്റെ സീലിംഗ് കൊണ്ട് ഇടിക്കാറ്. ഓക്കെ, ചെയ്യാം. അപ്പൊ ഹോളിന്റെ ഹൈറ്റ് എത്രയാണ്? ഹോളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. അപ്പൊ ഹോളിന്റെ ഹൈറ്റ് 25 മീറ്റർ ആണ്. ശരിയല്ലേ? 25 മീറ്റർ ആണ് ഹോളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ബോൾ എറിയാണ്. 40 മീറ്റർ പെർ സെക്കൻഡ് ആണ് ബോൾ എറിയുന്നത്. ഇൻക്ലൈൻഡ് ആയിട്ട് എറിയാന്ന് വെച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ആ ബോൾ എറിയുന്നത്. ആലോചിച്ച് നോക്കി, ആ ബോളിന് ഒരിക്കലും 25 മീറ്ററിനേക്കാൾ പൊക്കത്തിൽ പോകാൻ പറ്റത്തില്ല. കാരണം അവിടെ ഹോളിന്റെ ഹൈറ്റ് ഉണ്ട് അല്ലെ? മോളിക്കൊണ്ട് ഇടിക്കരുത്. അപ്പൊ 25 മീറ്റർ ആണ് ആ ബോളിന് പോകാവുന്ന മാക്സിമം ഹൈറ്റ്. അപ്പൊ എങ്ങനെയാ ബോൾ പോവാം? ആ ബോൾ പോകുന്നത് ഇങ്ങനെയായിരിക്കും പോകാൻ പറ്റുക മാക്സിമം. ശരിയല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? പരാബോളിക് പാത്തിലാണ് ബോൾ പോകും. അപ്പൊ അതിന്റെ സ്പീഡ് എത്രയാണ്? എറിയുന്ന സ്പീഡ് എത്രയാണ്? 40 മീറ്റർ പെർ സെക്കൻഡ് ആണ് എറിയുന്ന സ്പീഡ് എന്ന് പറയുന്നത്. നമുക്ക് എന്തറിയത്തില്ല? ഈ ആംഗിൾ അറിയത്തില്ല അല്ലെ? ആ എറിയുന്ന ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ തീറ്റ എനിക്ക് അറിയത്തില്ല. അണ്ടറാണ്. എന്തൊക്കെ അറിയാം? ആ ബോളിന്റെ മാക്സിമം ഹൈറ്റ് അറിയാം. എത്രയാ മാക്സിമം ഹൈറ്റ്? 25 മീറ്റർ ആണെന്ന് അറിയാം. 25 മീറ്റർ കൂടുതൽ പോകാൻ പറ്റത്തില്ല അല്ലെ? കൊണ്ട് ഇടിക്കും. അതുപോലെ എറിയുന്ന സ്പീഡ് അറിയാം, 40 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് അറിയാം. പക്ഷെ എറിയുന്ന എന്തറിയില്ല? ആംഗിൾ അറിയില്ല, ഇൻക്ലിനേഷൻ അറിയത്തില്ല. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യത്തിന് സ്റ്റാർട്ട് ചെയ്യാം. എന്തറിയാം? നമുക്ക് ഹൈറ്റ് അറിയാമോ? എത്ര ഹൈറ്റ് എന്ന് പറയുന്നത്? ഹൈറ്റ് ഈസ് ഈക്വൽ ടു 25 മീറ്റർ ആണ്. ഓക്കെ, എന്താണ് ഹൈറ്റിന്റെ ഇക്വേഷൻ? ഹൈറ്റ് ഈസ് ഈക്വൽ ടു u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ഇതാണ് ഹൈറ്റിന്റെ ഇക്വേഷൻ. നമുക്കറിയാം. ശരിയല്ലേ? അപ്പൊ അതിൽ h അറിയാം. ഹൈറ്റ് മാക്സിമം ഹൈറ്റ് 25 മീറ്റർ ആണ് നമുക്കറിയാം അല്ലെ? മാക്സിമം ഹൈറ്റ് എത്രയാണ്? മാക്സിമം എത്ര വരെ ഹൈറ്റിൽ പോകാൻ പറ്റും? 25 മീറ്റർ വരെ പോകാൻ പറ്റും അല്ലെ? ഹൈറ്റ് നമുക്കറിയാം. u സ്പീഡ് ആണ്. എത്രയാണ് സ്പീഡ് എന്ന് പറയുന്നത്? 40 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് അറിയാം. പിന്നെ g കോൺസ്റ്റന്റ് ആണ്. തീറ്റ മാത്രം അറിയത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടുമായിരുന്നു? സൈൻ സ്ക്വയർ തീറ്റ കിട്ടും. ഓക്കെ, നമുക്ക് ഉണ്ടാക്കാം. സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ പറയുക? സൈൻ സ്ക്വയർ തീറ്റ h ഇൻറ്റു 2g ബൈ u സ്ക്വയർ അല്ലെ? h ഇൻറ്റു 2g ബൈ u സ്ക്വയർ. എത്ര ഹൈറ്റ്? മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. 25 ഇൻറ്റു 2 ഇൻറ്റു g നമുക്ക് 10 കൊടുക്കാം ബൈ u സ്ക്വയർ. u എത്രയാണ്? u സ്പീഡ് ആണ് 40 സ്ക്വയർ അല്ലെ? 40 സ്ക്വയർ. ശരിയല്ലേ? എന്താ വരെ നോക്കാം. 25 ഇൻറ്റു 2 ഇൻറ്റു 10 ബൈ 40 സ്ക്വയർ എത്രയാ? 60 ഇൻറ്റു 100 അല്ലെ?
0 കട്ടായി 25 into 50 ആണ്. 50 സീറോയും താഴത്തെ സീറോയും കട്ടാവും. എന്താ കിട്ടി? നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ 5/16 കിട്ടി. ശരിയല്ലേ? സൈൻ സ്ക്വയർ തീറ്റ എന്ത് കിട്ടി? 5/16 കിട്ടി. ഓക്കെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാൻ മതി? സൈൻ തീറ്റ കണ്ടുപിടിക്കാൻ പറ്റും. സോ യു ക്യാൻ ഫൈൻഡ് സൈൻ തീറ്റ ഫ്രം ദാറ്റ്, റൈറ്റ്? സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ ആണ് 5/16. അപ്പോൾ സൈൻ തീറ്റ എന്തായിരിക്കും? √5/16. ശരിയല്ലേ? ദെൻ √5/√16. ഓക്കെ, √5/√16 എന്താ വരിക? √5/4 എന്ന് വരും. √5/4. അപ്പൊ നമുക്ക് സൈൻ തീറ്റ കിട്ടിയല്ലോ. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? റേഞ്ച് ആണ് വേണ്ടത്. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്ത് വേണം? റേഞ്ചിന്റെ ഇക്വേഷൻ വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്താ റേഞ്ചിന്റെ ഇക്വേഷൻ? നമുക്കറിയാം u സ്ക്വയർ. എന്താ റേഞ്ചിന്റെ ഇക്വേഷൻ? r = u സ്ക്വയർ sin 2θ/g. ഇതാണ് നമുക്കറിയാം റേഞ്ചിന്റെ ഇക്വേഷൻ അല്ലെ? അപ്പൊ അതിൽ sin 2θ ഉണ്ട്. എന്താണ് sin 2θ? 2 sin θ cos θ ആണ്. അപ്പൊ നമുക്ക് എന്ത് കൂടെ വേണം? cos θ വേണം. കാരണം sin θ കിട്ടിയിട്ടുണ്ട്. എന്ത് കൂടെ വേണം? നമുക്ക് cos θ വേണം. അപ്പൊ നമുക്ക് sin 2θ കൊണ്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിനി cos θ വേണം. എങ്ങനെ cos θ കാണാൻ പറ്റുക? പിന്നെ ഇത് തൽക്കാലത്തേക്ക് ഒന്ന് ഡിലീറ്റ് ചെയ്യാണ്. നമുക്ക് ആദ്യം cos θ കാണാം അല്ലെ? sin θ നമുക്കറിയാം. എങ്ങനെ cos θ കാണാൻ പറ്റും? cos സ്ക്വയർ θ കാണാം അല്ലെ? എന്താ sin സ്ക്വയർ θ പ്ലസ് cos സ്ക്വയർ θ? 1 ആണ്. അപ്പൊ നമുക്ക് cos സ്ക്വയർ θ കിട്ടും. ഇത് കിട്ടും 1 മൈനസ് sin സ്ക്വയർ θ എന്ന് കിട്ടും. റൈറ്റ്? അപ്പൊ നമ്മൾ ശരിയാണ്. 1 മൈനസ് എന്താണ് sin സ്ക്വയർ θ? 5/16 ആണ്. 5/16 ആണ്. ഇത് വരും 16 മൈനസ് 5/16 വരും. ദാറ്റ് ഈസ് 11/16 വരും. അപ്പൊ എന്ത് കിട്ടി? cos സ്ക്വയർ θ കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? cos θ. cos θ എന്ന് പറയുന്നത് റൂട്ട് അല്ലെ? √11/4 എന്ന് വരും. √11/4. അപ്പൊ നമുക്ക് cos θ കിട്ടി. ഇനി റേഞ്ച് കാണാൻ പറ്റും. റേഞ്ച് കാണുന്നത് എങ്ങനെയാ? നമുക്ക് റേഞ്ച് ചോദിച്ചേക്കണം അല്ലെ? അപ്പൊ റേഞ്ച് ഈസ് ഈക്വൽ ടു u സ്ക്വയർ sin 2θ/g ആണ് നമുക്കറിയാം. അതിൽ sin 2θ റീപ്ലേസ് ചെയ്യാണ്. അപ്പൊ u സ്ക്വയർ എന്താണ് sin 2θ? 2 sin θ cos θ/g. റൈറ്റ്? u സ്ക്വയർ നമുക്കറിയാം. u നമുക്കറിയാം എത്രയാണ്? 40 ആണ്. അപ്പൊ 40 സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു sin θ നമുക്കറിയാം. എന്താണ് sin θ? sin θ √5/4 ആണ്. √5/4 ആണ്. ഇൻറ്റു എന്താണ് cos θ? cos θ എന്ന് പറയുന്നത് √11/4 ആണ്. √11/4 ആണ്. ദെൻ താഴെ എന്താ? അവിടെ താഴെ g ഉണ്ട്. g എത്രയാണ്? 10 ആണ്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? അതിൽ നിന്ന് 6 കിട്ടും. 6 ബാക്കി നിങ്ങൾക്ക് ചെയ്യാലോ. 40 സ്ക്വയർ 2 ഇൻറ്റു √55. ശരിയല്ലേ? 55. താഴെ എന്താ ഉള്ളത്? 10 ഇൻറ്റു 60. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ കിട്ടിക്കോളും. ഓക്കെ അല്ലേ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ പറയണം. ഇപ്പൊ ബിൽഡിംഗിന്റെ ഹൈറ്റ് അവിടെ ഫിക്സ്ഡ് ആണ്. ഇത്രയും ഹൈറ്റ് 25 മീറ്റർ ആണ്. അപ്പൊ ബോർഡിന് പോകുന്ന മാക്സിമം ഹൈറ്റ് എത്രയാണ്? 25 മീറ്റർ ആണ്. ഹൈറ്റ് നമുക്കറിയാം. ഇൻഡയറക്ട്ലി ഹൈറ്റ് എന്നേക്കാണ്. എത്രയും ഹൈറ്റ്? 25 മീറ്റർ. സ്പീഡ് അറിയാം. നമുക്ക് ആംഗിൾ മാത്രം അറിയാത്തത്. അപ്പൊ നമ്മൾ ആ സ്പീഡും ഹൈറ്റും വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഹൈറ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം. u സ്ക്വയർ sin സ്ക്വയർ θ/2g ആണ്. അത് വെച്ച് നമ്മൾ ആദ്യം sin θ കണ്ടുപിടിക്കും. sin θ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? cos സ്ക്വയർ θ കിട്ടും. 1 മൈനസ് sin സ്ക്വയർ θ cos സ്ക്വയർ θ ആണ്. റൈറ്റ്? അതിന് cos θ കിട്ടും. എന്തിനാ സൈനും കോസും കണ്ടുപിടിക്കണേ? നമുക്ക് റേഞ്ച് ആണ് വേണ്ടത്. റേഞ്ചിന്റെ ഇക്വേഷൻ u സ്ക്വയർ sin 2θ/g ആണ്. sin 2θ കിട്ടത്തില്ല. കാരണം 2θ അറിഞ്ഞാൽ മാത്രമേ 2θ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് sin 2θ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ sin 2θ ഇക്വേഷൻ നമുക്കറിയാം. 2 sin θ cos θ. അതിൽ sin θ ഉണ്ട്, cos θ ഉണ്ട്. sin θ നമ്മൾ കണ്ടുപിടിച്ചു, cos θ നമ്മൾ കണ്ടുപിടിച്ചു. കൊണ്ടേ കൊടുക്കാം. ഫൈനൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടിക്കോളും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Question. An athlete jumps at an angle of 30 degree with a maximum speed of 9.4 meter per second. ഒരാൾ ജമ്പ് ചെയ്യാണ്. എത്ര ആംഗിൾ? 30 ഡിഗ്രി ആംഗിൾ ജമ്പ് ചെയ്യാണ്. എത്ര സ്പീഡാണ് ജമ്പ് ചെയ്യുന്നത്? 9.4 meter per second ലാണ് പുള്ളി ജമ്പ് ചെയ്യുന്നത്. What is the shape of the path followed by the athlete in the jump? നമുക്കറിയാം ഒരാള് ജമ്പ് ചെയ്യുന്ന സമയത്ത് ഏത് ഷേപ്പിലാണ് കിട്ടുക? ഈ ഷേപ്പിലാണ് കിട്ടുക അല്ലെ? ഇങ്ങനെയാണ് കിട്ടുക. എന്ത് ഷേപ്പാണ്? പരാബോളിക് പാത്തായിരിക്കും. റൈറ്റ്? പ്രൊജക്ടൈൽ മോഷൻ അല്ലെ? പരാബോളിക് പാത്താണ് കിട്ടുക. നെക്സ്റ്റ് പാർട്ട്. Obtain an expression to calculate the horizontal range covered by the athlete. റേഞ്ചിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം അല്ലെ? എക്സ്പ്രഷൻ കാണാൻ പറയുമ്പോൾ ഡെറിവ് ചെയ്യുക. ആറിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഞാൻ പറയുന്നില്ല. ഓക്കെ, ദെൻ ഫൈൻഡ് ദ റേഞ്ച് കവേർഡ് ബൈ ഹിം ഇൻ ദി എബോവ് ജംപ്. അപ്പോൾ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്.
ബി പാർട്ട് എന്താണ്? ഒപ്റ്റെയിൻ എക്സ്പ്രഷൻ ടു കാൽക്കുലേറ്റ് ഹൊറിസോണ്ടൽ റേഞ്ച്. ആറ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ തെളിവ് ഞാൻ പറയുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട്, മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്താ അടുത്ത പാർട്ട്? റേഞ്ച് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഓക്കെ, എന്റെ കൂടെ തന്നെ പറയുന്നുണ്ട് സജസ്റ്റ് ദി ആംഗിൾ ബൈ വിച്ച് ദി അത്ലറ്റ്സ് ക്യാൻ അറ്റൈൻ ദി മാക്സിമം റേഞ്ച്. മാക്സിമം റേഞ്ച് കിട്ടാൻ പറ്റാവുന്ന ആംഗിൾ എത്രയാണ് സജസ്റ്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം റേഞ്ച് കണ്ടുപിടിക്കാം. അപ്പൊ ആറിന്റെ ഇക്വേഷൻ അറിയാലോ, R is equal to u square sin 2 theta by g. ഇതാണ് ആറ് കാണാൻ ഇക്വേഷൻ, റേഞ്ച് കാണാൻ ഇക്വേഷൻ. അപ്പോൾ എന്തൊക്കെ അറിയാം നമുക്ക്? യു അറിയാം, സ്പീഡ് അറിയാം. എത്രയാണ് യു എന്ന് പറയുന്നത്? അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 9.4 മീറ്റർ പെർ സെക്കൻഡ് ആണ്, റൈറ്റ്. പിന്നെ ആംഗിൾ അറിയാം, തീറ്റ എത്രയാണ്? ജമ്പ് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി ആണ്. കൊണ്ടേ കൊടുക്കാം. അപ്പൊ R is equal to u സ്പീഡ് 9.4, അപ്പൊ 9.4 സ്ക്വയർ ഇൻറ്റു sin 2 തീറ്റ. തീറ്റ 30 ഡിഗ്രി, അപ്പൊ എന്താ 2 തീറ്റ വരിക? sin 60 വരും. G 9.8 കൊടുക്കാം. ഓക്കെ, റൈറ്റ്. ടേക്ക് ജി കിട്ടും എന്ന് പറയുന്നല്ലോ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 9.8 കൊടുക്കാം. ഓക്കെ, അപ്പൊ 9.4 ഓൾ സ്ക്വയർ എന്താ വരിക? 9.4 ഓൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 into 4 16, 37. ഓക്കെ, എന്താ കിട്ടുക? 88.36 വരും. ഓക്കെ അല്ലേ? ഇൻറ്റു സൈൻ 60 നമുക്കറിയാം √3/2 ബൈ 9.8. 9.8 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. റേഞ്ച് കാണാൻ പറയാണ്. റേഞ്ച് കാണാൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. u സ്ക്വയർ sin 2 തീറ്റ ബൈ g, റൈറ്റ്. അപ്പൊ u നമുക്കറിയാം സ്പീഡ് 9.4 ആണ് പറയുന്നുണ്ട്. മാക്സിമം സ്പീഡ് എത്രയാണ്? 9.4 ആണ് പറയുന്നുണ്ട്. അപ്പൊ 9.4 സ്ക്വയർ വരും. പിന്നെ sin 2 തീറ്റയാണ്, ശ്രദ്ധിക്കണം, തീറ്റ അല്ല sin 2 തീറ്റയാണ്. അപ്പൊ തീറ്റ എത്രയാണ്? 30 ഡിഗ്രി. അപ്പൊ 2 തീറ്റ എത്രയാണ്? 60. അപ്പൊ sin 60 എന്ന് വരും. താഴെ എന്തുണ്ട്? താഴെ g ഉണ്ട്, 9.8 കൊടുക്കാം. ഓക്കെ, അത് സോൾവ് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ യൂഷ്വലി നമ്മൾ g 10 കൊടുക്കാറുണ്ട്, 9.8 കൊടുക്കാറുണ്ട്. ടേക്ക് g ഈക്വൽ ടു 9.8 എന്ന് പറയുന്ന സമയത്ത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? 9.8 കൊടുക്കണം. ക്വസ്റ്റ്യനകത്ത് പറയാണ് ടേക്ക് g ഈക്വൽ ടു 9.8 എന്ന് കൊടുക്കാൻ പറയുകയാണെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? 9.8 കൊടുക്കണം. മറ്റേത് 10 കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, മാർക്ക് കിട്ടിക്കോളും. ഓക്കെ, ഓക്കെ അല്ലേ? പിന്നെ ചില ക്വസ്റ്റിനകത്ത് 9.8 കൊടുത്താൽ കട്ടായി പോകുന്ന ക്വസ്റ്റൻസ് ഉണ്ട്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളും. ഒരുപാട് വലിയ ക്വസ്റ്റൻ ആണെങ്കിൽ നമുക്ക് 10 കൊടുത്താലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, മാർക്ക് കിട്ടിക്കോളും. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അപ്പൊ 10 കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ടേക്ക് ജി ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ചെയ്യുമ്പോൾ ബാക്കി ആൻസർ കിട്ടിക്കോളും. ഒരു കാര്യം കൂടെ ഉണ്ട്, സജസ്റ്റ് ദി ആംഗിൾ ബൈ വിച്ച് ദി അത്ലറ്റ് ക്യാൻ അറ്റൈൻ ദി മാക്സിമം റേഞ്ച്. മാക്സിമം റേഞ്ച് കിട്ടാൻ വേണ്ടി അതിൽ ഏത് ആംഗിൾ ചാടണമെന്ന് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോ അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം റേഞ്ച് കിട്ടാൻ വേണ്ടി ചാടേണ്ട ആംഗിൾ എത്രയാണ് അല്ലെ? അപ്പൊ നമുക്ക് റേഞ്ചിന്റെ ഇക്വേഷൻ അറിയാമല്ലോ. റേഞ്ചിന്റെ ഇക്വേഷൻ അറിയാം. R is equal to u square sin 2 theta by g ആണ് അല്ലെ? ഇതാണ് ആറിന്റെ ഇക്വേഷൻ. അപ്പൊ R മാക്സിമം ആണെങ്കിൽ നമുക്കറിയാം അതിൽ ചാടുന്ന സ്പീഡ് മാക്സിമം ആയിരിക്കണം അല്ലെ? R പ്രൊപ്പോർഷണൽ ടു u square ആണ്. അതുപോലെ സൈൻ എങ്ങനെ ആയിരിക്കണം? മാക്സിമം ആയിരിക്കണം അല്ലെ? ശരിയല്ലേ? R u square ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ മാക്സിമം റേഞ്ച് കിട്ടണമെങ്കിൽ മാക്സിമം സ്പീഡ് ചാടണം. അതുപോലെ തന്നെ R പ്രൊപ്പോർഷണൽ എന്താണ്? സൈൻ 2 theta ആണ് അല്ലെ? R പ്രൊപ്പോർഷണൽ ടു സൈൻ 2 theta ആണ്. അങ്ങനെയാണെങ്കിൽ R മാക്സിമം ആണെങ്കിൽ ആര് മാക്സിമം ആയിരിക്കണം? സൈൻ 2 തീറ്റ മാക്സിമം ആയിരിക്കണം. ഓക്കെ, ഈ സൈന്റെ മാക്സിമം വാല്യൂ എത്രയാ? 1 ആണ്. അപ്പൊ നമുക്ക് പറയാം സൈൻ 2 തീറ്റ ആയിട്ട് എന്താന്ന് പറയാം? 1 ആണെന്ന് പറയാം. ഓക്കെ, R മാക്സിമം ആണെങ്കിൽ സൈൻ 2 തീറ്റ മാക്സിമം ആവണം. എത്രയാണ് സൈന്റെ മാക്സിമം വാല്യൂ? 1 ആണ്. അപ്പൊ സൈൻ 2 തീറ്റ ആയിട്ട് 1 കിട്ടി. ഇനി എപ്പോഴാ സൈൻ 1 വരുന്നത്? ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 തീറ്റ ആയിട്ട് 90 ഡിഗ്രി കിട്ടി. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്തായിരിക്കണം? തീറ്റ ഈസ് ഈക്വൽ ടു 90/2 എന്തായിരിക്കണം? 45 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഒരാൾക്ക് മാക്സിമം റേഞ്ചിൽ ചാടണം എന്നുണ്ടെങ്കിൽ അതിന്റെ ആംഗിൾ എത്രയായിരിക്കണം? 45 ഡിഗ്രി. 90 അല്ല, 45 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, തീറ്റ എന്താണ് കിട്ടിയത്? 45 ഡിഗ്രി. അപ്പൊ അത് ചാടുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ? 45 ഡിഗ്രി ആയിരിക്കണം. അതാണ് നമ്മുടെ കേസ്. ഒരു ലോങ് ജമ്പ് ചാടുന്ന ഒരാൾക്ക് മാക്സിമം ദൂരം എത്ര എന്നുണ്ടെങ്കിൽ എത്ര ഡിഗ്രി ചാടണ്ടേ? 45 ഡിഗ്രി ചാടണം. ഒരാൾ ജാവലിൻ എറിയാണ്, ആ എറിയുന്ന സമയത്ത് മാക്സിമം ദൂരം പോകണമെങ്കിൽ എത്ര ഡിഗ്രി എറിയേണ്ടത്? 45 ഡിഗ്രി എറിയണം. ഓക്കെ, ക്ലിയർ അല്ലേ? മാക്സിമം റേഞ്ചിന് വേണ്ട ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A stone is thrown with the help of a sling with initial velocity v0 at an angle theta from the horizontal. ഒരു സ്ലിംഗിൽ എന്ത് ചെയ്യാണ്? ഒരു സ്റ്റോൺ എറിയാണ്. സ്ലിംഗ് യൂസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോൺ എറിയാണ്. വർക്കിംഗ് ഓഫ് ദി സ്ലിംഗ് ഈസ് ബേസ്ഡ് ഓൺ
ഡാഷ് ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഏത് ലോ ആണ്? പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ അല്ലെ? ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ടെൻഷന്റെ റിസൾട്ട് ആണ് ഇതിനെ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ സ്ലിങ്ങിലെ ആ റോപ്പ് ഉണ്ടല്ലോ, എന്ത് ആക്ട് ചെയ്യും? ടെൻഷൻ ആക്ട് ചെയ്യും. ആ ടെൻഷൻ എന്ത് ചെയ്യും? ഒരു റിസൾട്ട് ഉണ്ടാക്കിയിട്ട് ആ ബോള് ആ സ്റ്റോൺ എന്ത് ചെയ്യും? ആ സ്റ്റോൺ മൂവ് ചെയ്യും. സോ എന്ത് ലോന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്? പാരലോഗ്രാം ലോയുടെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ വെക്ടർ ഡയഗ്രാം സ്റ്റേറ്റ് ദിസ് ലോ. ഒരു ഡയഗ്രാം വരച്ച് ചെയ്യണം ആ ലോ സ്റ്റേറ്റ് ചെയ്യാന്ന് പറയുന്നത് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ദി മാക്സിമം ഹൈറ്റ് റീച്ച്ഡ് ബൈ ദി സ്റ്റോൺ. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അഗെയിൻ ഇത് എന്ത് മോഷൻ ആയിരിക്കും? ഒരു പരാബോളിക് പാത്ത് ആണ്, ഒരു പ്രൊജക്ടൈൽ മോഷൻ ആണ്. മാക്സിമം ഹൈറ്റിന്റെ ഡെറിവേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ ആകെ എ പാർട്ട് മാത്രമേ ചെയ്യാത്തുള്ളൂ. എന്താണ്? ഏത് ലോയുടെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്? ഏത് ലോയുടെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്? പാരലോഗ്രാമിൽ. ഓക്കെ അല്ലേ? ഇതിനകത്ത് എന്തുണ്ട്? ടെൻഷൻ ഉണ്ട്. ആ റോപ്പിനകത്ത് ടെൻഷൻ ഉണ്ട്. രണ്ട് ഭാഗത്തേക്കും ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ടാവും. അതിന്റെ റിസൾട്ട് എന്താണ് ആക്ട് ചെയ്യുന്നത്? ആ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ? നെക്സ്റ്റ് പാർട്ട്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. ഗിവ് എ മാത്തമാറ്റിക്കൽ പ്രൂഫ് ഫോർ യുവർ ആൻസർ. നമുക്കറിയാം, ഒന്നാമത്തെ പാർട്ടിൽ പറഞ്ഞു ഒരു ബോഡി നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ പാത്ത് എന്താണ്? പരാബോളിക് പാത്തായിരിക്കും. അപ്പൊ അതിന്റെ മാത്തമാറ്റിക്കൽ പ്രൂഫ് നമുക്ക് ഡെറൈവ് ചെയ്യണം, ഇക്വേഷൻ ഡെറൈവ് ചെയ്യണം. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഒരു ഫിഗർ ആദ്യം വരയ്ക്കാം. ഒരു ബോഡി at an angle theta with initial velocity u നമ്മൾ പ്രൊജക്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി അതിന്റെ വെലോസിറ്റിയുടെ കമ്പോണന്റ് ഇൻ എക്സ് ഡയറക്ഷൻ നമുക്കറിയാം, തീറ്റ ചേർന്ന് വരുന്നതാണ്. അപ്പൊ എന്താ പറയുക? യു കോസ് തീറ്റ. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്താണ്? യു കോസ് തീറ്റ. അതുപോലെ മറ്റേ കമ്പോണന്റ് എന്താ പറയുക? വെർട്ടിക്കൽ കമ്പോണന്റ് എന്താ പറയുക? യു സൈൻ തീറ്റയാണ്. അത് നമുക്ക് അറിയാവുന്ന കേസാണ്. ഓക്കെ, ഇപ്പൊ യു കോസ് തീറ്റ, യു സൈൻ തീറ്റ. യു ആണ് വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി. അതിന്റെ കമ്പോണന്റ്സ് എന്തൊക്കെയാണ്? യു കോസ് തീറ്റ ഇൻ എക്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, യു സൈൻ തീറ്റ ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ. റൈറ്റ്? ഇതൊക്കെ ഓടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ പാത്തിലെ ഒരു പോയിന്റ് ആണ് പി. ആ പിയുടെ കോർഡിനേറ്റ് ആണ് എക്സ് കോമ വൈ. കോർഡിനേറ്റ് പേര് എക്സ് വൈ എന്ന് പറയും. അപ്പൊ എക്സ് എന്താ? എക്സിലെ ഡിസ്റ്റൻസ്. വൈ എന്താ? വൈയുടെ ഡിസ്റ്റൻസ് അല്ലെ? ആ പാർട്ടിക്കിൾ, ആ ബോഡി എന്ന് പറയുന്നത് ഇങ്ങനെ ഈ പാത്താണ് ഫോളോ ചെയ്യുക. സോ ആഫ്റ്റർ ടൈം ടി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ ബോഡി ഇവിടെ വന്നു. ആ പി എന്ന് പറയുന്ന പോയിന്റ് വന്നിട്ടുണ്ട്. ആഫ്റ്റർ ടൈം ടി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ ബോഡി ഇങ്ങനെ വന്ന് ഈ പോയിന്റ് വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്താണ്? എക്സും വൈ ആണ്. എന്താണ് കോർഡിനേറ്റ്? എന്താണ് എക്സ് എന്ന് വെച്ചാൽ? അത് എക്സ് ആക്സിലെ ഡിസ്റ്റൻസ് ആണ് അല്ലെ? അതായത് ഈ ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയുന്നത്. എന്താണ് വൈ എന്ന് പറയുന്നത്? വൈ ആക്സിലെ ഡിസ്റ്റൻസ് ആണ് വൈ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോ ഈ ഡിസ്റ്റൻസ് ആണ് വൈ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ആ ബോഡി ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് ഈ പാത്തി കൂടെ വന്ന് ആഫ്റ്റർ ടൈം ടി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ വരെ വന്നു. ആ പോയിന്റ് പിയിൽ വന്നു. ആ പോയിന്റ് പിയുടെ കോർഡിനേറ്റ്സ് എക്സ് വൈ ആണെങ്കിൽ എന്താണ് എക്സിലെ ദൂരം? എക്സ്. എന്താണ് വൈയുടെ ദൂരം? വൈ. അല്ലെങ്കിൽ എന്താണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്? എക്സ് ആണ്. എന്താണ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്? വൈ. ക്ലിയർ അല്ലേ? സോ ആ ബോഡിയിലേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ്. എന്താണ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ്? വൈ. ഓക്കെ അല്ലേ? ക്ലിയർ? നമുക്കറിയാം, ഈ കേസിൽ ആകെ ആക്ട് ചെയ്യുന്ന ആക്സിലേഷൻ എന്താ? ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതെങ്ങനെ ആക്ട് ചെയ്യുന്നത്? വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ്. അപ്പൊ ആകെ ആക്ട് ചെയ്യുന്ന ആക്സിലേഷൻ എന്താണ്? വെർട്ടിക്കലി ആക്ട് ചെയ്യുന്ന, ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്ന ജി മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. നമുക്കറിയാം ഹൊറിസോണ്ടൽ എത്ര ആക്സിലേഷൻ? 0. അപ്പൊ ഹൊറിസോണ്ടലി ആക്സിലേഷൻ 0 ആണെങ്കിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നോണ്ടിരിക്കുകയാണ്. ഒരു പ്രൊജക്ടൈൽ മോഷന്റെ കേസിൽ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി എന്താണ്? ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. കാരണം എത്രയാണ് ആക്സിലേഷൻ? ഹൊറിസോണ്ടൽ ഡയറക്ഷൻ 0. നമുക്കറിയാവുന്ന കേസാണ് അല്ലെ? ആകെ ആക്ടിന്റെ ആക്സിലേഷൻ എങ്ങനെയാ? അത് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് മാത്രമാണ്. ക്ലിയർ അല്ലേ? നമുക്കറിയാം. അപ്പൊ നമ്മളിനി ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി നമുക്കറിയാം എന്താണ്? യു കോസ് തീറ്റ ആണ്. അതെന്താണ്? ഇത് കോൺസ്റ്റന്റ് ആണ്. ഇത് കോൺസ്റ്റന്റ് ആണ് നമുക്കറിയാം. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എടുക്കാൻ നോക്കാം, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എടുക്കാൻ പോകുന്നത്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അവിടെ ഈ ഡയറക്ഷനിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എങ്ങനെ ഈ ഡയറക്ഷനിൽ ഡിസ്റ്റൻസ് കാണാൻ പറ്റും? ജസ്റ്റ് വെലോസിറ്റി ടൈം ചെയ്താൽ മതി. കാരണം ആക്സിലേഷൻ ഇല്ലല്ലോ അല്ലെ? ഹൊറിസോണ്ടൽ ഡയറക്ഷനകത്ത് വെലോസിറ്റി അവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എങ്ങനെ ഡിസ്റ്റൻസ് കാണാൻ പറ്റും? വെലോസിറ്റി ടൈം ചെയ്താൽ മതി. റൈറ്റ്? അപ്പൊ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻടു ടൈം. ശരിയല്ലേ? ഇനി പോയിന്റ്, ആ ബോഡി എന്ന് പറയുന്നത് പോയിന്റ് പിയിലെത്തി ആഫ്റ്റർ ടൈം ടി. അപ്പൊ എത്ര ഡിസ്റ്റൻസ്? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എക്സ് ആണ് അല്ലെ? സോ വി ക്യാൻ റീപ്ലേസ് by x
ഈക്വൽ ടു അടുത്ത ഹൊറിസോണ്ടൽ കമ്പൗണ്ട് ഓഫ് വെലോസിറ്റി എന്താ യു എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എന്ത് മാത്രം മതി, ഹൊറിസോണ്ടൽ കമ്പൗണ്ട് മാത്രം മതി. അപ്പൊ എന്താണ് യു കോസ് തീറ്റ, യു കോസ് തീറ്റ ഇനി എന്താ ടൈം എന്നത്, ടൈം ടി കഴിയുമ്പോഴാണ് ആ പോയിന്റ് അവിടെ എത്തിയത്, ആ ബോഡി അവിടെ എത്തിയത്. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റിയുടെ ടൈം വരാൻ കാരണം എന്താ, വെലോസിറ്റി അവിടെ കോൺസ്റ്റന്റ് ആണ്. എന്താ റീസൺ, നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ മാത്രമേ നോക്കുന്നു, ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ ഉണ്ടോ ഇല്ല. അപ്പൊ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻടു ടൈം. എത്ര ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ബോഡി എവിടെ എത്തി, പോയിന്റ് പിയിൽ. അപ്പൊ ഇത്രയും ദൂരം വന്നു ഹൊറിസോണ്ടൽ, അപ്പൊ എത്രയാ എക്സ് ആണ്. സോ വി ക്യാൻ റീപ്ലേസ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബൈ എക്സ്. ദെൻ എത്ര ഹൊറിസോണ്ടൽ വെലോസിറ്റി, യു വേണ്ട, കമ്പോണന്റ് മാത്രം മതി, യു കോസ് തീറ്റ. അപ്പൊ യു കോസ് തീറ്റ ഇൻടു ടൈം. നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും, ടി ഈസ് ഈക്വൽ ടു എക്സ് ബൈ യു കോസ് തീറ്റ എന്ന് കിട്ടും. ടി ഈസ് ഈക്വൽ ടു എക്സ് ബൈ യു കോസ് തീറ്റ എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ ക്ലിയർ. അടുത്ത് നമുക്ക് നോക്കാം, ഇങ്ങനെ നോക്കാം, വെർട്ടിക്കൽ ഡയറക്ഷൻ നോക്കാം. അടുത്ത നമുക്ക് വെർട്ടിക്കൽ ഡയറക്ഷൻ നോക്കാം. വെർട്ടിക്കൽ ഡയറക്ഷൻ, അപ്പോ വെർട്ടിക്കൽ ഡയറക്ഷൻ പ്രശ്നമുണ്ട്, അവിടെ ആക്സിലേഷൻ ഉണ്ട് അല്ലെ, ജി ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല. എന്താ വെർട്ടിക്കൽ കമ്പൗണ്ട് വെലോസിറ്റി, യു സൈൻ തീറ്റ ആണ്. അത് മുകളിലോട്ട് പോകുമ്പോൾ എന്താ ചെയ്യാം, അത് കുറഞ്ഞ് ഹൈയസ്റ്റ് പോയിന്റ് ആണ് എന്ത് പറ്റും, യു സൈൻ തീറ്റ 0 ആണ്. താഴ്ത്തി വരുമ്പോഴോ പിന്നെ ആക്സിലേഷൻ കാരണം കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ മുകളിലേക്ക് പോകുന്നതോറും യു സൈൻ തീറ്റ എന്ന് പറയുന്ന വെർട്ടിക്കൽ കമ്പൗണ്ട് എന്ത് ചെയ്യും, കുറയും, പിന്നെ എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. നമുക്കറിയാം വെർട്ടിക്കൽ ഡയറക്ഷൻ ആക്സിലേഷൻ ഉണ്ട്, സോ വെലോസിറ്റി മാറും. മുകളിലോട്ട് പോകുന്നതോറും വെർട്ടിക്കൽ കമ്പൗണ്ട് കുറയും, താഴ്ത്തേക്ക് വരുന്നതോറും വെർട്ടിക്കൽ കമ്പൗണ്ട് കുറയും. ഓക്കെ, അപ്പൊ നമുക്ക് എ അറിയാം, എ സിബിൾ എന്താ -t. എന്താ മൈനസ് ആവാൻ കാരണം, നമ്മൾ എറിയുന്ന മുകളിലേക്കാ, ഇനീഷ്യൽ ഡയറക്ഷൻ മുകളിലേക്കാ, പക്ഷെ ആക്സിലേഷൻ എടാ താഴത്തേക്കാ. സോ എ സിബിൾ മൈനസ് അല്ലെ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ ഡയറക്ഷൻ പോസിറ്റീവ് എടുക്കാം, ഓപ്പോസിറ്റ് എന്ത് ചെയ്യാം, മൈനസ് എടുക്കാം. ഇനീഷ്യൽ എറിയുന്ന മുകളിലേക്കാ, യു സൈൻ തീറ്റ മുകളിലേക്കാണ്, അപ്പൊ അത് പോസിറ്റീവ് എടുക്കും. പക്ഷെ എ എങ്ങനെയൊക്കെയാ, താഴത്തേക്കാണ്. ഓക്കെ, എഗൈൻ നമ്മൾ പോയിന്റ് പി ആണ് നോക്കുന്നത്. ആഫ്റ്റർ ടൈം ടി കഴിഞ്ഞപ്പോൾ ആ ബോഡി എവിടെ വന്നു, ആ ബോഡി വന്നിരിക്കുന്ന പോയിന്റ് പിയിലാണ്. റൈറ്റ്, പോയിന്റ് പിയിൽ വന്നെങ്കിൽ എത്ര വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, വൈ അല്ലേ അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം, ഇക്വേഷൻ ഇടാം, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഇ ടി സ്ക്വയർ അല്ലെ. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഇ ടി സ്ക്വയർ. എന്താ റീസൺ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ, എന്തുകൊണ്ടാ വി ഇൻടു ടി എടുക്കാനേ, ഇവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല അല്ലെ. കഴിഞ്ഞ കേസിൽ നമ്മൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ടൈം എടുക്കും. റീസൺ അവിടെ ഏത് ഡയറക്ഷൻ ആയിരുന്നു, ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആയിരുന്നു. അവിടെ വെലോസിറ്റി എങ്ങനെയാ, കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ നമ്മൾ നോക്കുന്നത് എന്താ, വെർട്ടിക്കൽ ഡയറക്ഷൻ ആണ്. അവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണോ, അല്ല, ആക്സിലേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഇ ടി സ്ക്വയർ. അഗൈൻ വെർട്ടിക്കൽ ഡയറക്ഷൻ മാത്രം മതി. എത്ര വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്, വൈ ആണ് അല്ലെ, ഇതല്ലേ പോയിന്റ് വൈ. സോ വൈ ഈസ് ഈക്വൽ ടു യു ഇൻടു, യു എന്താ ഇനീഷ്യൽ വെലോസിറ്റി അല്ലെ, വെർട്ടിക്കൽ ഡയറക്ഷൻ മാത്രം മതി. അപ്പൊ എന്ത് മതി, യു സൈൻ തീറ്റ മതി. അപ്പൊ യു സൈൻ തീറ്റ ഇൻടു ടൈം. ടൈം ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ടി ഈസ് ഈക്വൽ ടു എക്സ് ബൈ യു കോസ് തീറ്റ, എക്സ് ബൈ യു കോസ് തീറ്റ, എക്സ് ബൈ യു കോസ് തീറ്റ പ്ലസ് ഹാഫ് ഇൻടു എത്ര ആക്സിലേഷൻ, ജി അല്ലെ, ജി അല്ല മൈനസ്. പ്ലീസ് നേരത്തെ പറഞ്ഞു ജി എവിടെ ആക്ട് ചെയ്യുന്നത്, താഴത്തേക്കാണ്. അപ്പൊ ഹാഫ് ഇൻടു മൈനസ് ടി ഇൻടു എഗൈൻ എന്ത് വരും, ടി സ്ക്വയർ വരും. ടി നമുക്കറിയാം എക്സ് ബൈ എന്താണ് ടി എന്ന് പറയുന്നത്, എക്സ് ബൈ യു കോസ് തീറ്റ. ടി സ്ക്വയർ ഉണ്ട്, എന്ത് വരും, എക്സ് സ്ക്വയർ ബൈ യു സ്ക്വയർ, എക്സ് സ്ക്വയർ ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ അല്ലേ. അപ്പൊ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എടുക്കാൻ കാരണം എന്താ, വെർട്ടിക്കൽ ഡയറക്ഷനകത്ത് ആക്സിലേഷൻ ഉണ്ട്. യു എന്താണ്, യു സൈൻ തീറ്റ, വെർട്ടിക്കൽ കമ്പൗണ്ട് മാത്രം മതി. എസ് എന്താണ്, വൈ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. ഇനി ടൈമിനെ നമ്മൾ റീപ്ലേസ് ചെയ്തു ഫ്രം 1 യു എക്സ് ബൈ യു കോസ് തീറ്റ. എ എന്നുള്ള നെഗറ്റീവ് ആയത്, യു സൈൻ തീറ്റ മുകളിലേക്കാണ്, പക്ഷെ ജി എങ്ങനെ താഴത്തേക്കാണ്. സോ മൈനസ് ജി വരും. ടി നമുക്കറിയാം എക്സ് ബൈ യു കോസ് തീറ്റ, സ്ക്വയർ ചെയ്യണം. അപ്പൊ എക്സ് സ്ക്വയർ ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ അല്ലേ, ഇത്ര ഓക്കെ അല്ലേ. ബാക്കി നമുക്ക് ചെയ്യാം, യു ക്യാൻസൽ ആയി. അടുത്ത സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താ, ടാൻ തീറ്റ. അപ്പൊ നമുക്ക് എഴുതാം y is equal to എക്സ് ടാൻ തീറ്റ അല്ലെ. എക്സ് അവിടെ ഉണ്ടല്ലോ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ. ഇനി ഒരു പ്ലസും ഒരു മൈനസും ഉണ്ട്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. ദെൻ മുകളിൽ പിന്നെ ഒരു ജി എക്സ് സ്ക്വയർ ഉണ്ട് അല്ലെ, ശരിയല്ലേ. മുകളിൽ ഒരു ജി ഉണ്ട്, എക്സ് സ്ക്വയർ ഉണ്ട്. ആ പ്ലസും മൈനസും ഒരുമിച്ച് എഴുതി മൈനസ് എഴുതി. താഴെ എന്തൊക്കെയാണ്, താഴെ 2 ഉണ്ട്, യു സ്ക്വയർ ഉണ്ട്, കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്. അപ്പൊ നമുക്ക് എഴുതാം 2 യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. അപ്പൊ y is equal to x tan theta minus gx square by 2 u square cos square theta. ഒരു ഇക്വേഷൻ കിട്ടി. ഇതാണ് ഇക്വേഷൻ ഓഫ് എ പ്രൊജക്റ്റൈൽ മോഷൻ. ബൈ ഹാർട്ട് ചെയ്യണം, ചിലപ്പോൾ ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, ഡെറിവ് ചെയ്യാൻ പഠിക്കണം, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ y is equal to x tan theta minus gx square by 2 u square cos square theta. ക്ലിയർ, ഓക്കെ അല്ലേ. ബാക്കി നോക്കാം. അപ്പൊ നമുക്ക് ഈ ആംഗിൾ ഫിക്സ്ഡ് ആയിരിക്കും, ഒരു പർട്ടിക്കുലർ മോഷൻ. ആ പർട്ടിക്കുലർ മോഷന്റെ കേസിൽ എന്തൊക്കെ ഫിക്സ്ഡ് ആയിരിക്കും, യു ഫിക്സ്ഡ് ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും, തീറ്റയും ഫിക്സ്ഡ് ആയിരിക്കും അല്ലെ.
ആ മോഷനിൽ പിന്നെ ആംഗിൾ അറിയാൻ പോകുന്നില്ല, ഇനീഷ്യൽ വെലോസിറ്റി മാറാൻ പോകുന്നില്ല. അപ്പോൾ ടാൻ തീറ്റ കോൺസ്റ്റന്റ് ആണ്. പിന്നെ നമുക്കറിയാം ജി കോൺസ്റ്റന്റ് ആണ്, യു കോൺസ്റ്റന്റ് ആണ്, തീറ്റ കോൺസ്റ്റന്റ് ആണെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ കോൺസ്റ്റന്റ് ആണ്, പിന്നെ 2 കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം, ഇവിടെ ടാൻ തീറ്റ കോൺസ്റ്റന്റ്, ഇവിടെ g/2 u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ കോൺസ്റ്റന്റ്, റൈറ്റ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, y = tan തീറ്റ കോൺസ്റ്റന്റ്. നമുക്ക് അപ്പോൾ a എന്ന് കൊടുക്കാം, ax മൈനസ് മൈനസ് g കോൺസ്റ്റന്റ്, 2 കോൺസ്റ്റന്റ്, u സ്ക്വയർ കോൺസ്റ്റന്റ്, കോസ് സ്ക്വയർ തീറ്റ കോൺസ്റ്റന്റ്, പിന്നെ x സ്ക്വയർ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ കോൺസ്റ്റന്റ് എല്ലാം ചേർത്ത് നമുക്ക് എഴുതാം, b എന്ന് എഴുതാം. ബാക്കി എന്താ ഉള്ളത്, x സ്ക്വയർ വരും. y = ax മൈനസ് b സ്ക്വയർ എഴുതാം, which is an equation of parabola. അല്ലേ, ഇതിന്റെ അവസാനം which is an equation of parabola. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോമിൽ വന്നാൽ എന്തായിരിക്കും, എന്തിന്റെ ഇക്വേഷൻ ആയിരിക്കും, പരാബോളിക് ഇക്വേഷൻ ആയിരിക്കും. ക്ലിയർ? ഇങ്ങനെയാണ് ഇക്വേഷൻ ഡെറിവ് ചെയ്യാൻ. അപ്പോൾ എഴുതി പഠിക്കാം, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്, ഒരു ഫിഗർ വരയ്ക്കാം, ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം px5. ആ പാർട്ടിക്കിൾ ആഫ്റ്റർ ടി ടൈം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, പോയിന്റ് പി വരെ വന്നു. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് x, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് y. ഓക്കെ, u ആണ് ഇനീഷ്യൽ വെലോസിറ്റി, തീറ്റ ആണ് ഇൻക്ലിനേഷൻ. അപ്പോൾ u cos θ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി, u sin θ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി. ആദ്യം ഹൊറിസോണ്ടൽ എടുക്കാം, അവിടെ ആക്സിലറേഷൻ ഇല്ല, അപ്പോൾ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വെലോസിറ്റിയുടെ ടൈം മതി. എത്ര ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, x = u cos θ × t, t ക്ക് ഒരു ഇക്വേഷൻ കിട്ടും. അടുത്ത വെർട്ടിക്കൽ നോക്കാം, അവിടെ ആക്സിലറേഷൻ ഉണ്ട്, അപ്പോൾ s = ut + half-t². എത്ര വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്, പോയിന്റ് p ആണെങ്കിൽ y ആണ്, സോ y = u നമുക്കറിയാം വെർട്ടിക്കൽ കമ്പോണന്റ് മാത്രം മതി, u sin θ × ടൈം നമുക്കറിയാം, റീപ്ലേസ് ചെയ്യാം. a നമുക്കറിയാം താഴത്തേക്കാണ്, അപ്പോൾ -g, പിന്നെ t നമുക്കറിയാം, റീപ്ലേസ് ചെയ്യാം. കൊണ്ടേ കൊടുക്കുക, ഫൈനൽ ഇക്വേഷൻ കിട്ടും. y = എന്താണ് കിട്ടുക, x tan θ - gx²/2u² cos θ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഇക്വേഷൻ ഓഫ് പ്രൊജക്റ്റൈൽ മോഷൻ. ഡെറിവ് ചെയ്യാൻ പഠിക്കണം, ബൈ ഹാർട്ട് ചെയ്യണം. പിന്നെ അതിന്റെ ഫോം മാറ്റാൻ വേണമെങ്കിൽ tan θ കോൺസ്റ്റന്റ്, അപ്പോൾ x എന്ന് കൊടുക്കാം, g/2 u² cos θ കോൺസ്റ്റന്റ് b എന്ന് കൊടുക്കാം, y = x - b² ഫോമിലായി, which is an equation of parabola. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകും. അടുത്തത്, trajectory of a body in a projectile motion is given by y = trajectory of a body in a projectile motion is given by y = x - s²/80. x and y are in meters. Find the maximum height of this projectile. ഒരു ട്രജക്ടറി തന്നേക്കാണ് ഒരു പ്രൊജക്റ്റൈൽ മോഷൻ. എന്താണ്, y = s²/80. അങ്ങനെയാണെങ്കിൽ അതിന്റെ മാക്സിമം ഹൈറ്റ് കാണാൻ പറയാം. രണ്ട് മെത്തേഡ് ചെയ്യാം, രണ്ട് മെത്തേഡ് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാലോ, എന്താണ്, y = x - x²/80. y = x - x²/8. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ മാക്സിമം ഹൈറ്റ് കാണും. അത് എന്താ, എന്തിന്റെ ട്രജക്ടറി ആണെന്ന് പറയുന്നത്, ട്രജക്ടറി ഓഫ് എ ബോഡി ഇൻ പ്രൊജക്റ്റൈൽ മോഷൻ. ഒരു പ്രൊജക്റ്റൈൽ മോഷന്റെ ട്രജക്ടറി ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മളിപ്പോൾ ഡെറിവ് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു ഇക്വേഷന്റെ ഫോം നമ്മളിപ്പോൾ ഡെറിവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്യാം, അല്ലാണ്ട് ഈസി ആയിട്ട് വേണമെങ്കിൽ വേറെ മെത്തേഡ് ചെയ്യാം. അപ്പൊ രണ്ട് മെത്തേഡ് കാണിച്ചു തരാൻ നോക്കിയിരിക്കല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു എന്ത് മോഷനാണ്, പ്രൊജക്റ്റൈൽ മോഷനാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു പാത്തായിരിക്കും അല്ലെ, പരാബോളിക് പാത്തായിരിക്കും. നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്, മാക്സിമം ഹൈറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇതാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഒരു കർവിന്റെ മാക്സിമയിലും മിനിമയിലും ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഒരു കർവിന്റെ മാക്സിമയിലും മിനിമയിലും എങ്ങനെയായിരിക്കും, ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ മാക്സിമം എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിന്റെ ഹൈറ്റ് ആണ് വേണ്ടത്, ഈ ഹൈറ്റ് ഡിസ്റ്റൻസ് ആണ് വേണ്ടത്, റൈറ്റ്. ഇത് മാക്സിമം അല്ലേ, മാക്സിമം പോയിന്റ് അല്ലേ, മാക്സിമം ഡെറിവേറ്റീവ് എങ്ങനെയായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ നമുക്കറിയാം ഇത് y ആണ്, ഇത് x ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, dy/dx എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. എവിടെ, അറ്റ് മാക്സിമം. മാക്സിമം മാക്സിമയിൽ എങ്ങനെയാണ്, ഡെറിവേറ്റീവ് 0 ആയിരിക്കും. നമുക്ക് മാക്സിമം ഹൈറ്റ് ആണ് വേണ്ടത്. അപ്പൊ ഈ പോയിന്റ് എങ്ങനെയാണ്, കർവിന്റെ മാക്സിമം പോയിന്റ് അല്ലെ, മാക്സിമം ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് എങ്ങനെയായിരിക്കും, 0 ആയിരിക്കും. നമുക്ക് അങ്ങനെ ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ dy/dx = 0. എന്താ റീസൺ, മാക്സിമം ഹൈറ്റ് ആണ്, അതാ കർവിന്റെ മാക്സിമം പോയിന്റ് ആണ്. ഒരു കർവിന്റെ മാക്സിമം പോയിന്റ് എങ്ങനെയായിരിക്കും, ഡെറിവേറ്റീവ് 0 ആയിരിക്കും. നമുക്ക് ഈ പോയിന്റ് ആണ് വേണ്ടത്, കാരണം നമ്മൾ ചോദിച്ചേക്കുന്ന മാക്സിമം ഹൈറ്റ് ആണ്. അപ്പൊ ആ പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് പറയാം ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പൊ dy/dx 0 ആയിരിക്കും. നമുക്ക് ചെയ്യാലോ. അപ്പൊ dy/dx ഓഫ് വൈയുടെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് വൈയുടെ ഇക്വേഷൻ, x - x²/8 അല്ലേ. നമുക്കറിയാം എന്താണ് y എന്ന് പറയുന്നത്, y = x - x²/80 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ y റീപ്ലേസ് ചെയ്യാം. എന്താ വരിക, x - x²/80 ഈക്വൽ ടു എന്താണ്, 0. ഡെറിവേറ്റീവ് ഓഫ് y = 0. സ്പ്ലിറ്റ് ചെയ്യാണ്, എന്താ വരിക, dx/dx അല്ലെ, അതേക്ക് കൊടുക്കും dx/dx - d/dx ഓഫ്
എക്സ് സ്ക്വയർ ബൈ 80 ഇസ് ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? ഡി ബൈ ഡി എക്സ് അടുത്തേക്ക് കൊടുത്തു. അപ്പൊ ഡി എക്സ് ബൈ ഡി എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ബൈ 80 ഈക്വൽ ടു 0. നൗ ബാക്കി നോക്കാം. എന്താ ഡി എക്സ് ബൈ ഡി എക്സ്? 1 അല്ലേ? 1 മൈനസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ബൈ 80. അപ്പൊ ആദ്യം ഒരു കോൺസ്റ്റന്റ് എന്ത് ചെയ്യാം? വെളി കൊടുക്കാം അല്ലെ? ഡെറിവേറ്റീവ് കാണുന്ന സമയത്ത് കോൺസ്റ്റന്റ് എന്ത് ചെയ്യാം? അത് നേരെ പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ ആ 80 എന്ത് ചെയ്യും? നേരെ പുറത്തേക്ക് വരും. റൈറ്റ്? 1/8 താഴെ ആയതുകൊണ്ട് 1/8 വരും. ബാക്കി എന്താ ഉള്ളത്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ബൈ 80 ആണ് വേണ്ടത്. 80 കോൺസ്റ്റന്റ് ആണ് എന്ത് ചെയ്യും? നേരെ പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ 1/80 ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. ക്ലിയർ? ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത് എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ് അല്ലെ? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്താണ്? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. പവർ ഇൻറ്റു പവർ ഒന്ന് കുറച്ചത് പഠിച്ചിട്ടുണ്ട്. റൈറ്റ്? അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. 1 മൈനസ് 1/80 ഇൻറ്റു പവർ ഇൻറ്റു പവർ ഒന്ന് കുറച്ചത്. പവർ എത്രയാ? 2. അപ്പൊ 2 ഇൻറ്റു പവർ ഒന്ന് കുറച്ചത് എക്സ് റേസ് 2 മൈനസ് 1. എക്സ് റേസ് 2 മൈനസ് 1 ഈക്വൽ ടു 0 അല്ലെ? പവർ 2 ആണ്. അപ്പൊ 2 ഇൻറ്റു പവർ ഒന്ന് കുറച്ചത് 2 മൈനസ് 1. പവർ 2 മൈനസ് 1 ആണ്. അപ്പൊ 1 മൈനസ് 1/80 ഇൻറ്റു 2 ഇൻറ്റു എക്സ് റേസ് 2 മൈനസ് 1. എത്ര? 2 മൈനസ് 1 1. അപ്പൊ എന്ത് വരും? എക്സ് വരുന്നത് ഈക്വൽ ടു 0. റൈറ്റ്? ഈ ടൈം മൊത്തം അപ്പുറം കൊണ്ടുപോകാണ്. അപ്പൊ എന്താ വരിക? 1 ഈക്വൽ ടു 2x ബൈ 80 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു 80/2 എന്ന് വരും. എന്ത് കിട്ടും? 40 എന്ന് കിട്ടും. അപ്പൊ എക്സ് കിട്ടിയല്ലോ. എഗൈൻ എന്താണ് എക്സ്? ഇതാ എക്സ്. എനിക്ക് എന്താ വേണ്ടത്? ഹൈറ്റ് ആണ് വേണ്ടത്. അതായത് ഈ മാക്സിമം പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ്, അതായത് ഈ ദൂരം നമുക്ക് കിട്ടി. ഈ ദൂരം എത്തിയ അതാണ് എക്സ് എന്ന് പറയുന്നത്. നമ്മൾ മാക്സിമം പോയിന്റ് എടുത്തേക്കണം. കാരണം ചോദിച്ചേക്കാൻ മാക്സിമം ഹൈറ്റ് ആണ്. മാക്സിമം പോയിന്റ് എങ്ങനെയാണ് ഡെറിവേറ്റീവ്? 0. ഈ പോയിന്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 0. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി. എന്താണ് എക്സിന്റെ വാല്യൂ? 40. ചാടി കയറി എക്സ് ആൻസർ 40 എഴുതരുത്. കാരണം 40 അല്ല ആൻസർ. എന്തുകൊണ്ടാ? എക്സ് ആ കിട്ടിയേക്കണേ. എനിക്ക് ഹൈറ്റാ വേണ്ടേ. അതെന്തുവാ? വൈ ആണേ. ശരിയല്ലേ? വൈ അല്ലേ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വൈ കണ്ടുപിടിക്കണം. വൈ കാണാൻ ഇക്വേഷൻ അറിയാം. എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 8. ശരിയല്ലേ? നമ്മൾ വൈ കാണാൻ പോവാണ്. വൈ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 80 ആണ്. എന്താണ് എക്സ് എന്ന് പറയുന്നത്? കണ്ടുപിടിച്ചു. 40 മൈനസ് എക്സ് സ്ക്വയർ എന്താ? 40 സ്ക്വയർ ബൈ 80. അപ്പൊ എന്ത് വരും? 40 മൈനസ് 40 സ്ക്വയർ ബൈ 80 ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 40 മൈനസ് 20 എന്ന് വരും. ദാറ്റ് ഈസ് 20 കിട്ടുന്ന ആൻസർ. 20 കിട്ടുന്ന ആൻസർ. അപ്പൊ എന്താണ് വൈ കിട്ടിയത്? 20 മീറ്റർ. അപ്പൊ എന്താ ഹൈറ്റ്? എത്രയാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്? 20 മീറ്റർ ആണ്. ഓക്കെ, ഇനി മാക്സിമം ഹൈറ്റ് എത്ര ദൂരത്തിലാണ് കിട്ടണേ? 40 മീറ്ററിലാണ് കിട്ടണേ. ഈ ദൂരമാണ് 40 എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസ് ആണ് 40 എന്ന് പറയുന്നത്. കാരണം എന്താ കിട്ടിയത്? എക്സ് ആണ് കിട്ടിയേക്കണേ. അപ്പൊ എക്സ് 40 ആണെങ്കിൽ ഡെറിവേറ്റീവ് 0. ഈ ഡെറിവേറ്റീവ് 0 വന്നപ്പോഴാ മാക്സിമം പോയിന്റ് അല്ലെ? ഡെറിവേറ്റീവ് 0 എടുത്തേക്കണേ. അപ്പൊ ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ എന്താ കണ്ടീഷൻ? എക്സ് ഈക്വൽ ടു 40. തിരിച്ചു പറയാം. എക്സ് 40 ആണെങ്കിൽ ഡെറിവേറ്റീവ് 0. ഈ ഡെറിവേറ്റീവ് 0 ആകുമ്പോഴാ മാക്സിമം പോയിന്റ്. അപ്പൊ എക്സ് 40 ആകുമ്പോൾ ഡെറിവേറ്റീവ് 0. എപ്പോഴും ഡെറിവേറ്റീവ് 0 ആണ് മാക്സിമം പോയിന്റ്. അപ്പൊ മാക്സിമം പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് കിട്ടി. ഇനി വൈ കോർഡിനേറ്റ് കാണണം. ആ എക്സ് കൂടെ കൊണ്ടേ കൊടുത്താൽ മതി. വൈ കിട്ടി. എത്രയും കിട്ടി? 20 മീറ്റർ എന്ന് കിട്ടി. അപ്പൊ മാക്സിമം പോയിന്റിന്റെ എന്താ വൈ കോർഡിനേറ്റ് വരിക? 20 മീറ്റർ ആൻസർ കിട്ടി. അതായത് എത്രയാ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്? 20 മീറ്റർ ആണ് ഹൈറ്റ്. ഇങ്ങനെ ചെയ്യാം. ഇതാണ് കുറെ കൂടെ ഈസി. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി അല്ലാണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെ മെത്തേഡ് 2? എങ്ങനെ വേറെ ചെയ്യാൻ പറ്റും? ഓക്കെ.